ബർസൈറ്റിസ് എന്ന് പറയുന്നത് ബേഴ്സയ്ക്ക് വരുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ്. എന്താണ് ബേഴ്സ എന്ന് ചോദിച്ചാൽ നമ്മുടെ ജോയിന്റ്സിന്റെ ഇടയിലുള്ള ഒരു സ്മോൾ ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് ആണ് ബേഴ്സ എന്ന് പറയുന്നത്. ബേഴ്സ ഒരു കുഷ്യൻ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ബേഴ്സയിലേക്ക് റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള മോഷൻ കൊണ്ടോ അതുപോലെ തന്നെ റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രഷർ കൊണ്ടോ ആണ് നമുക്ക് ഈ ഒരു ബേഴ്സൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ എത്തുന്നത്. ബേഴ്സൈറ്റിസ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ലൊക്കേഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിന്റ്, എൽബോ ജോയിന്റ്, നീ ജോയിന്റ്, അതുപോലെ തന്നെ ആംഗിൾ ജോയിന്റ്, ഇവിടെയൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു ബേഴ്സൈറ്റിസ് കാണപ്പെടുന്നത്. ട്രീറ്റ്മെന്റ് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കൺവെൻഷണൽ ഫിസിയോതെറാപ്പി, അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന രണ്ട് രീതികളാണ് ഉള്ളത്. കൺവെൻഷണൽ ഫിസിയോതെറാപ്പിയിൽ നമുക്ക് മെയിൻ ആയിട്ടും ആവശ്യം റെസ്റ്റ് തന്നെയാണ്. ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഐസ് ആപ്ലിക്കേഷനും ടെൻസ്, അൾട്രാസൗണ്ട് പോലുള്ള ഇലക്ട്രോ തെറാപ്പി മൊഡാലിറ്റീസും സ്ട്രെങ്തനിങ്ങിന് വേണ്ടി എക്സസൈസ് തെറാപ്പിയുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ബേഴ്സൈറ്റിസിന് കൊടുക്കുന്നത്. ഇനി അഡ്വാൻസ്ഡ് രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി അഥവാ ESWT എന്ന് പറയുന്ന ഒരു ആധുനിക ചികിത്സാ രീതിയും നമ്മൾക്ക് ഈ ഒരു കണ്ടീഷന് വേണ്ടി അവൈലബിൾ ആണ്. എക്സ്ട്രാ കോർപ്പോറൽ ഷോക്ക് വേവ് തെറാപ്പി അഥവാ ESWT എന്ന് പറയുന്നത് ഷോക്ക് വേവ്സിന് നമ്മുടെ ഇഞ്ചേർഡ് ബേഴ്സയിലെ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്ത് അവിടെ ഹീലിംഗിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ കേശവദാസപുരം റോയൽ ഓർത്തോ കെയറുമായി ബന്ധപ്പെടും.